അപ്പോൾ അസുരശ്രേഷ്ഠന്മാരിൽ പ്രഹ്ലാദൻ സ്കന്ദൻ തന്നെയാണ്. സർപ്പങ്ങളിൽ വാസുകിയാണ്, മൃഗങ്ങളിൽ സിംഹം, പക്ഷികളിൽ ഗരുഡൻ, ബ്രഹ്മർഷികളിൽ വസിഷ്ഠൻ, രാജർഷിമാരിൽ നാരദൻ, വൃക്ഷങ്ങളിൽ അരയാല്, അതുപോലെ തന്നെ എവിടെയൊക്കെയാണോ വീര്യം, ശ്രീ, വിദ്യ, ജ്ഞാനം ഇതൊക്കെ അധികമായിട്ട് കാണുന്നത്, അസാധാരണമായിട്ട് കാണുന്നത്, അതൊക്കെ ഈ സുബ്രഹ്മണ്യന്റെ വിഭൂതിയാണ് എന്ന് മനസ്സിലാക്കുക. അത്രയധികം ഇവിടെ ആ വിഭൂതിയെ കുറിച്ച് പറയേണ്ടതുണ്ട്. ഒരിക്കൽ ഇപ്പോൾ ദേവി ഈ സാന്ദർഭികമായി ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ ആ വിഭൂതിയെക്കുറിച്ചും വിസ്തരിച്ച് പറഞ്ഞുകൊടുത്തു. ഒരിക്കൽ ഉപേന്ദ്രനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു ഇന്ദ്രനെ സഹായിക്കാനായിട്ട് ദേവലോകത്തിൽ ഉപേന്ദ്രനായിട്ട് വർത്തിക്കുന്നു എന്ന് ഭാഗവതാദി പുരാണങ്ങളിൽ വാമനാവതാര ചരിത്ര സമയത്ത് പറയുന്നുണ്ട്. ആ ഉപേന്ദ്രൻ ആയിട്ടുള്ള ഭഗവാന്റെ നേത്രങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച രണ്ട് കന്യകമാർ, അമൃതവല്ലി, സൗന്ദര്യവല്ലി, അവർ ഈ സ്കന്ദവൈഭവം, ഈ കുമാരവൈഭവം കേൾക്കാനിടയായി എന്നും അങ്ങനെ അവർക്ക് ആ സ്കന്ദന്റെ പത്നിമാരായി തീരണം, പത്നി പദവിയെ അവർ ആഗ്രഹിച്ചു എന്നാണ്. അതിനു വേണ്ടിയിട്ട് തപസ്സനുഷ്ഠിക്കാനായിട്ട് അവര് നിശ്ചയിച്ചു. ജഗമാതേ ഉഭേ കന്യേ പത്നീത്വം തത്വദുർലഭം ഈഷദുശ്ച തപക്കർത്തും തൽ പ്രീത്യൈ ശ്രദ്ധയാ സഹദേ ശുഭേ സുകുമാരാംഗേ രൂപേണ പ്രതിമേ ഭുവി. അങ്ങനെ അവർ ശരവനത്തിൽ ഒരു ഉയർന്ന ഒരു ഇടത്തിൽ പട്ടുവസ്ത്രങ്ങളൊക്കെ ഇനി ധരിക്കേണ്ടതില്ല എന്ന് നിശ്ചയിച്ച് മൃഗചർമ്മം ധരിച്ച് മേഖല പുല്ല് കൊണ്ട് ബന്ധിച്ച് ശരീരം മുഴുവനും ഭസ്മലേപിതമാക്കിയിട്ടാണ് രുദ്രാക്ഷവുമൊക്കെ ധരിച്ചുകൊണ്ട് ആ കാർത്തികേയന്റെ സുബ്രഹ്മണ്യന്റെ ഷഡക്ഷര മന്ത്രത്തെ ജപിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കാൻ ആരംഭിച്ചു എന്നാണ്. നിയതാഹാരേ നിരതേ മുനിവ്രതപരായണേ അപാസ്യ കാഞ്ചീം രത്നാഢ്യാം മൗഞ്ചീമാബദ്ധ്യ മേഖലാം ഭൂതിഭൂഷിത സർവാംഗേ രുദ്രാക്ഷാഭരണാഞ്ചിതേ ഷഡക്ഷര മഹാജപ്യപരേര ധ്യാനമാനസേ. ഇത്തരത്തിൽ വളരെ കാലം ആ സുബ്രഹ്മണ്യ ഉപാസന, സ്കന്ദ ഉപാസനയെ ചെയ്തുകൊണ്ട് ഈ രണ്ട് ദേവിമാര്, പെൺകുട്ടികളും തപസ്സനുഷ്ഠിക്കുമ്പോഴാണ് അവർക്ക് മുന്നിൽ ആ മഹാസേനൻ ദർശനം നൽകി. ശിവപുത്രനായിട്ടുള്ള ആ സുബ്രഹ്മണ്യനെ കണ്ട് അവര് അങ്ങനെ കൂപ്പുകൈയുമായി നിൽക്കുന്നു. അപ്പോഴാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് തപസ് ചെയ്തത്? എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അപ്പൊ അവര് പറഞ്ഞു, ജഗത്ത് മുഴുവൻ വന്ദിക്കപ്പെടുന്നതായ അങ്ങ്, വിശ്വത്തിന്റെ സംരക്ഷനായിട്ടുള്ള ഭവാൻ ഞങ്ങളിൽ പ്രസന്നനായി എങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും പാണിഗ്രഹണം ചെയ്ത് ആ പത്നി പദവിയിലേക്ക് ഞങ്ങളെ ഉയർത്തണം, സ്വീകരിക്കണം എന്നാണ്. കാക്ഷന്തേ ദേവദേവസ്യ ദർശനം ഹരിണാസുര കുർവൻ അനുഗ്രഹമേതേഷു കുമാരാനുചരേഷു തേ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളിൽ ഒരാൾ അമൃതവല്ലി എന്ന ആ പെൺകുട്ടി ദേവേന്ദ്ര ഭവനത്തിൽ വസിക്കുക,
അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ സുന്ദരവല്ലി എന്നുള്ള ആ പെൺകുട്ടി ശിവമുനിയുടെ ഭവനത്തിൽ വർത്തിക്കുക. വിവാഹം കഴിക്കേണ്ടതായ സമയം വരുമ്പോൾ ഞാൻ വിവാഹം ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് അന്തർധാനം ചെയ്തത് എന്നും. അപ്പോൾ ഇവിടെ ദേവന്മാർക്കൊക്കെ അവർ ആ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് അവരുടെ സങ്കടത്തെ ഉണർത്തിക്കാൻ വേണ്ടിയിട്ടാണ് പാർവതീ പരമേശ്വരന്മാരുടെ മുന്നിൽ, ശിവപുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യന്റെ മുൻപിൽ അവരവരുടെ ക്ലേശം അറിയിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുകയാണ്. അപ്പോൾ നന്ദികേശ്വരനാണ് പറഞ്ഞു, ദേവന്മാരോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, കാത്തു നിൽക്കണം. അങ്ങനെ ദേവന്മാർ, ഇന്ദ്രാദി ദേവന്മാർ കാത്തുനിന്നു എന്നാണ്. പിന്നീട് അവസരം ആയപ്പോഴാണ് നന്ദീശ്വരൻ വന്ന് അറിയിച്ചു, ദേവന്മാരൊക്കെ അവിടുത്തെ ദർശിക്കാൻ വേണ്ടി, കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണു. അങ്ങനെ അവർക്ക് ദർശനം നൽകി. എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, ശൂരപത്മാസുരനാൽ ആക്രമിക്കപ്പെടുകയും അങ്ങനെ തേജസ്സൊക്കെ നഷ്ടപ്പെട്ട് ആദിത്യ ദേവസർവേശ ശൂരപത്മഹതൗജസ ആഗത്യദ്വാരി തിഷ്ഠന്തി ചിരകാലമതന്ത്രിത കാക്ഷന്തേ ദേവദേവസി ദർശനം ഹരിണാസുര കുർവൻ അനുഗ്രഹമേതേഷു കുമാരാനുചരേഷു തേ. തേജസ്സൊക്കെ നഷ്ടപ്പെട്ടവരായി തീർന്നു ദേവന്മാർ. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ക്ലേശം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. ഇത്രയൊക്കെ ആയെങ്കിലും ശിവപുത്രൻ ആവിർഭവിച്ചു. ദേവസേനാനിയായിട്ട്, സേനാപതിയായിട്ട് ആ കുമാരനെ, ആ സുബ്രഹ്മണ്യനെ അഭിഷേകം ചെയ്തു. പക്ഷെ ഇപ്പോഴും ഈ അവരുടെ സങ്കടം തീർന്നിട്ടില്ല. അങ്ങനെ തേജസ് നഷ്ടപ്പെട്ടവരായിട്ട്, എല്ലാ പ്രഭാവവും നശിച്ച് ഉള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഞങ്ങൾ അവിടുത്തെ നമസ്കരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഭഗവൻ ദേവസർവേശ ഭഗനേത്ര നിപാതന ചിരം വിപ്രകൃതാനസ്മാൻ അസുരൈർ അസുരാർദ്ദന ശൂരപത്മാദിഭിസ്ത്വേതാൻ രക്ഷരക്ഷകൃപാബലാൽ കുമാരേണ തവാദേന ഖതരൈതാൻ സുരദ്വിഷ പരിത്രാണായ ജഗതാമാലോച്യ ശിവയാമഹു സുബ്രഹ്മണ്യം ജഗാദേദം ആലിംഗ്യാഘ്രായ മൂർധനി. ശൂരപത്മാസുരൻ അതുപോലെ അയാളുടെ ഒപ്പമുള്ള മറ്റ് അസുര സൈന്യങ്ങളാൽ ആക്രമിക്കപ്പെടുകയും ഞങ്ങളുടെ ബലം മുഴുവൻ നഷ്ടമായി. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ കൃപാബലം കൊണ്ട് രക്ഷിച്ചാലും ശിവപുത്രനായിട്ടുള്ള കുമാരനെ കൊണ്ട് ഈ ദേവശത്രുക്കളെ നശിപ്പിച്ചാലും ഹനിച്ചാലും എന്നിങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. വേഗം തന്നെ ഭഗവാൻ ആ കുമാരനെ മടിയിലിരുത്തിക്കൊണ്ട് നിർദ്ദേശിക്കുകയാണ് ദുരാശയനായിട്ടുള്ള ശൂരപത്മനെയും അതുപോലെ സിംഹവക്ത്രനായിട്ടുള്ള മറ്റൊരു അസുരനാണ് താരകാസുരൻ. ആ അസുരന്മാരെ അവരോട് കൂടിച്ചേർന്നിട്ടുള്ള മറ്റ് സർവ്വദാനവരെയും സംഹരിക്കുക. എവിടെയും നിനക്ക് ജയമാണുണ്ടാവുക. സംഹരാദ്യ സുരാരാദിന് സുബ്രഹ്മണ്യം അതാജ്ഞയാ ശൂരപത്മം ച ദുരാത്മാനം സിംഹവക്ത്രം ച താരകം ആദിശ്യാമും ഉമാകാന്ത കുമാരൈവം ആത്മന രൗദ്രായേ ഏകാദശാത്മീയാൻ അസ്ത്രാണ്യസ്മൈ വിധായ ച ശക്തിം ച മനസാശൈകാം സർവശത്രു നിബർഹണിം ദദൗ ദ്വാദശദേവേശൗ ദ്വാദശ ആദിത്യവർച്ചസ. ഒരിക്കലും നിനക്ക് പരാജയം സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീപരമേശ്വരൻ ഏകാദശ രുദ്രാസ്ത്രങ്ങളെ നൽകി. പിന്നെ മറ്റൊന്നാണ് ദ്വാദശ ആദിത്യപ്രഭയോട് കൂടിയതായ ഒരു വേല്. അവിടെ വച്ചിട്ടാണ് ഈ ശക്തി അഥവാ വേലിനെ സമ്മാനിക്കുന്നത്.